ഹലോ, ഞാൻ പ്രതാപൻ. ഈ വീഡിയോയിൽ മൈക്രോസോഫ്റ്റ് എക്സലിൽ ഡേറ്റ അനലൈസ് റിപ്പോർട്ട് എങ്ങനെ ഈസി ആയിട്ട് നമ്മൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ മനസ്സിലാവുന്ന രീതിയിൽ തയ്യാറാക്കാം എന്നുള്ളത്, അതിന് സഹായിക്കുന്ന കമാൻഡിനെ കുറിച്ചാണ് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയ സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാകണമെങ്കിൽ ബെൽ ബട്ടൺ കൂടി ഓണാക്കുക. എന്തെങ്കിലും കമൻറ്റുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സ്ക്രീനിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ പ്രോഡക്റ്റ് ഉണ്ട്, കസ്റ്റമർ ഉണ്ട്, പല ക്വാർട്ടറിൽ നടന്നിരിക്കുന്ന സെയിലിൻ്റെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ചില ക്വാർട്ടറിൽ സെയിലുകളൊന്നും നടന്നിട്ടില്ല. അതിൻ്റെ ഒരു ടോട്ടൽ വാല്യൂ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ വാല്യൂ ചിലത് നോക്കിക്കഴിഞ്ഞാൽ റെഡ് കളറിലും മറ്റൊന്ന് ഗ്രീൻ കളറിലാണ്. റെഡ് കളർ കൊണ്ട് മീൻ ചെയ്യുന്നത് ആ പറയുന്ന സെയിൽസ് റിപ്പോർട്ടിൽ ആ സെയിൽസ് പേഴ്സൻ്റെ അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ സെയിൽ നടത്തിയിരിക്കുന്നത് കുറവാണ്. അതുപോലെ തന്നെ ഗ്രീൻ കളറാണെങ്കിൽ കൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. സാധാരണ നമ്മളിങ്ങനെയുള്ളത് കണ്ടിട്ടുള്ളത് ഷെയർ മാർക്കറ്റിൻ്റെ സ്ക്രീനുകളിലാണ്. ഓരോ ഷെയറിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് ഗ്രീൻ കളർ ക്രിയേറ്റ് ആവുകയും ഷെയറിൻ്റെ വാല്യൂ കുറയുന്നതിനനുസരിച്ച് അത് റെഡ് കളറായിട്ട് നമുക്ക് ഗ്രാഫായിട്ടും ഒക്കെ നമുക്കവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ തയ്യാറാക്കപ്പെടുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ പലപ്പോഴും സെയിൽസ് റിപ്പോർട്ട് പോലെയുള്ളവ തയ്യാറാക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ഒരു റെപ്രസെൻറ്റേഷൻ്റെ ആവശ്യകത വരുന്നുണ്ടാവാം. ആ സന്ദർഭത്തിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഈ വീഡിയോയിൽ പറയുന്ന കമാൻഡ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എങ്കിൽ നമ്മൾക്ക് അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് എക്സലിൽ നോക്കാം. ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കി കഴിഞ്ഞതിന് ശേഷം ആദ്യ സ്റ്റെപ്പിൽ നമ്മളത് സെലക്ട് ചെയ്യാം. അതിന് മുമ്പായിട്ട് രണ്ട് കാര്യങ്ങൾ പറയട്ടെ, ഓർത്തിരിക്കുക. ഈ സ്ക്രീനിൽ കാണപ്പെടുന്ന കോഡ് ഇതേപോലെ നമ്മളവിടെ എഴുതി ചേർക്കേണ്ടിയിരിക്കുന്നുണ്ട്. സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ കളർ ഏത് കളറാണോ നമുക്ക് വേണ്ടുന്നത് ആ കളറിൻ്റെ കോഡാണ് വേണ്ടുന്നത്. നമുക്ക് ഓരോ കളറിനും കമ്പ്യൂട്ടറിനകത്ത് ഓരോ കോഡ് രൂപത്തിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ കോഡ് കറക്റ്റായിട്ട് അറിയാമെങ്കിൽ മാത്രം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കളറിൻ്റെയും കോഡ് ഗൂഗിളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ ഏത് കളറാണോ വേണ്ടുന്നത് ആ കളറിൻ്റെ കോഡ് എഴുതുക. അതിനോടൊപ്പം ആ വാല്യൂ, നമ്മളുടെ സെല്ലിനകത്തുള്ള വാല്യൂ റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 0 കൂടി മെൻഷൻ ചെയ്യുക. അതിനുശേഷം അതിനകത്ത് എന്തെങ്കിലും സിമ്പലുകൾ വേണമെന്നുണ്ടെങ്കിൽ ആ സിമ്പലുകളെയും ഇൻസർട്ട് ചെയ്യപ്പെടുക. അതിനുശേഷം ഒരു സെമിക്കോളനാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അടുത്ത ഒരു കളർ ഏതാണെന്ന് വെച്ചാൽ ആ കളറിൻ്റെ കോഡും ടൈപ്പ് ചെയ്ത് ഇതേപോലെ തന്നെ കോഡുകൾ റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് ഏത് സിമ്പലാണോ ആ സിമ്പലുകളും കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ നിർദ്ദേശം. രണ്ടാമത്തെ നിർദ്ദേശം, ഇതുപോലെയുള്ള സിമ്പലുകൾ നമുക്കൊരു സെല്ലിനകത്ത് ഇൻസർട്ട് ചെയ്യപ്പെടേണ്ടി വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കപ്പെടേണ്ട ഷോർട്ട് കട്ട് കീകളുണ്ട്. ഷോർട്ട് കട്ട് കീകൾ കീബോർഡിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ആൾട്ട് കീ കൊടുത്തിരിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡിലുള്ള ആൾട്ട് കീ പ്രസ് ചെയ്തുകൊണ്ട് ന്യൂമറിക് കീപാഡിൽ നിന്ന് 30 എന്ന് ടൈപ്പ് ചെയ്യുക. 30 കൊടുത്താൽ ഈ പറയുന്ന സിമ്പലായിരിക്കും വരുന്നത്. നമുക്ക് മുകളിലേക്കുള്ള ഒരു ആരോ ബട്ടൺ ആയിരിക്കും നമുക്ക് ക്രിയേറ്റ് ആവുന്നത്. അതേപോലെ തന്നെ നമ്മൾക്കത് ഡൗൺ ആയിട്ടുള്ള ആരോ മാർക്കാണെന്നുണ്ടെങ്കിൽ ആൾട്ട് കീയോടൊപ്പം തന്നെ 31 എന്ന് ടൈപ്പ് ചെയ്യുക. അതായത് കീ പ്രസ് ചെയ്ത് പിടിച്ചത് കൊണ്ട് അത് ഓഫാക്കരുത്, അത് പ്രസ് ചെയ്ത് വെച്ചത് കൊണ്ടാണ് നമ്മൾ 31 ടൈപ്പ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ ഈ സിമ്പൽ അവിടെ ക്രിയേറ്റ് ചെയ്യുള്ളൂ. അതിനുശേഷം നമുക്ക് ഇത് രണ്ടും മനസ്സിലാക്കിയതിന് ശേഷം വേണം നിങ്ങൾ അതിലേക്ക് പോകാൻ. ആദ്യം സെലക്ട് ചെയ്യുക, ഏത് സെല്ലിലാണോ ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ സെല്ല് സെലക്ട് ചെയ്യുക. എന്നിട്ട് MS എക്സലിൻ്റെ പഴയ വെർഷൻ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഫോർമാറ്റ് മെനുവിനകത്തു നിന്ന് സെൽസ് എന്ന് പറയുന്ന കമാൻഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ലഭ്യമാകുന്നതിൽ നിന്ന് നമ്പർ എന്ന് പറയുന്ന ടാബിനെ ചൂസ് ചെയ്യുക. നമ്പർ എന്ന് പറയുന്ന ഇതുപോലെ ആയിരിക്കും. നമ്മൾ ഫോർമാറ്റ് സെൽസിനകത്ത് എടുത്തു കഴിഞ്ഞാൽ, സെൽസ് കമാൻഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇതുപോലെയുള്ളൊരു സ്ക്രീനാണ്. അതിൽ കസ്റ്റം ചൂസ് ചെയ്യുക. കസ്റ്റം എന്ന് പറയുന്നത് വേറെ ഒന്നും വേണ്ട, കസ്റ്റം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഞാൻ മുമ്പിൽ പറഞ്ഞിരിക്കുന്ന ആ കോഡ് അതേപോലെ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അതായത് സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ കളർ കൊടുക്കുക. അതിനുശേഷം 0 ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ആൾട്ട് കീ പ്രസ് ചെയ്തുകൊണ്ട് 30 ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പാര കീ കിട്ടുന്നതാണ്. അതിനുശേഷം സെമിക്കോളനാണ്, കുത്തുകോമ കൊടുക്കുക. അതിനുശേഷം അടുത്ത കളർ ഏതാണെന്ന് വെച്ചാൽ അത്
0 കൊടുക്കുക. അതിനുശേഷം ഡൗൺ ആരോ കീക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾക്ക് വേറെ ഏതെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് ഓരോന്നും നിങ്ങൾ മാറ്റി നോക്കിയാൽ മതി. നമുക്ക് പ്രധാനമായും വേണ്ടുന്നത് ഈ പറയുന്ന ഗ്രീൻ കളറും അതേപോലെ തന്നെ റെഡ് കളറിലുമുള്ള 2 ആരോ മാർക്കാണ് വേണ്ടത്. അതുപോലെ തന്നെ ടെക്സ്റ്റിൻ്റെ കളറും ചേഞ്ച് ചെയ്യും. അതിനകത്തുള്ള വാല്യൂവിൻ്റെ കളറും ചേഞ്ച് ചെയ്യണമെന്നുള്ള. ഇവിടെ ഞാൻ ടെമ്പററി ആയിട്ട് ചില സമയത്ത് വാല്യൂ 0 ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ 0 ആയിട്ട് വരുന്ന സമയങ്ങളിൽ യൂസ് ചെയ്യാനുള്ള ഒരു സംവിധാനവും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കോഡ് ഇതേപോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യുക അവിടെ. ആ കോഡ് അതേപോലെ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഓക്കെ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് റിസൾട്ട് വരുന്നതായിരിക്കാം. ഇവിടെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് കുറയുന്നതിനനുസരിച്ച് നമുക്ക് അതിനകത്ത് വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയ സുഹൃത്തുക്കൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ.